പുതിയ സർക്കാരിൽ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരുണ്ടാകുമെന്ന് സൂചന വരുന്നു. കേരള കോൺഗ്രസിന് ഒരു മന്ത്രിയെയും ചീഫ് വിപ്പിനെയും ലഭിക്കാൻ സാധ്യതയുണ്ട്. RSPക്കും CMPക്കും ഓരോ മന്ത്രിമാരുണ്ടാകും. KK രമയും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം നൽകാനും ആലോചനയുണ്ടെന്ന് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. UDF നേതൃയോഗം ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് R ശ്രീജിത്തും അതുപോലെ മലപ്പുറത്ത് നിന്ന് ഗോകുൽ K വേണുഗോപാലും കോട്ടയത്ത് നിന്ന് ടോബി ജോൺസണും ചേരുന്നു. ഗുഡ് മോർണിംഗ് R ശ്രീജിത്ത്. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ നേതൃയോഗം ഇന്ന് ചേരുമ്പോൾ ആർക്കൊക്കെ മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് അറിയാൻ കഴിയൂ. കാരണം കൂട്ടലും കിഴിക്കലുമായിട്ട് ഒരുപാട് പേർ തലസ്ഥാന നഗരിയിൽ ക്യാമ്പ് ചെയ്ത് തുടങ്ങിയെന്നും ഞാൻ മനസ്സിലാക്കുന്നു. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വൈകുന്നേരം 4 മണിക്കാണ് UDFന്റെ നേതൃയോഗം. അതിനു മുമ്പ് തന്നെ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം സംബന്ധിച്ച വിഭജന കാര്യത്തിൽ UDF നേതാക്കളുമായി നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ചർച്ച നടത്തി ഒരു ധാരണയിലെത്തും. ലീഗാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി. ലീഗിന് 2011-16 കാലത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ 5 മന്ത്രിമാരുണ്ടായിരുന്നു. അതിൽ 5ാം മന്ത്രി വിവാദം വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ്. അതിന്റെ ആഘാതം, അതിന്റെ അലയൊലികൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ലീഗിനോട് 4 മന്ത്രിമാർ, മറ്റൊരു ക്യാബിനറ്റ് സ്ഥാനം എന്ന തരത്തിലുള്ള ഒരു സാധ്യത ആരാഞ്ഞു നോക്കും. എന്നാൽ ലീഗ് വഴങ്ങിയില്ലെങ്കിൽ 5 മന്ത്രിസ്ഥാനം എന്നത് തന്നെ അവർക്ക് ലഭിക്കാനാണ് സാധ്യത. പ്രധാന വകുപ്പുകളായ വ്യവസായം, IT, വിദ്യാഭ്യാസം തുടങ്ങിയ വകുപ്പുകൾ ലീഗിലേക്ക് പോകും. തദ്ദേശ ഭരണ വകുപ്പും ലീഗിലേക്ക് പോകാനാണ് സാധ്യത. സാമൂഹ്യനീതി വകുപ്പും ലീഗിന് തന്നെ ലഭിക്കണം എന്നുള്ള താല്പര്യം അവർക്കുണ്ട്. ലീഗ് ദീർഘകാലമായി മന്ത്രിസഭകളിൽ വരുമ്പോഴെല്ലാം കൈയടക്കി വെച്ചിരുന്ന അല്ലെങ്കിൽ അത് വഹിച്ചിരുന്ന ചുമതലകളാണ്. മറ്റു മന്ത്രിമാരിലേക്ക് കടന്നാൽ ഉറപ്പായും CMPയുടെ ജനറൽ സെക്രട്ടറി CP ജോണിന് മന്ത്രിസ്ഥാനമുണ്ടാകും. അദ്ദേഹത്തിന് സഹകരണ വകുപ്പ് ലഭിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. അതോടൊപ്പം തന്നെ RSPയുടെ ജനറൽ സെക്രട്ടറി ഷിബു ബേബി ജോണിനും മന്ത്രിസ്ഥാനം ഉറപ്പാണ്. അനൂപ് ജേക്കബ്, അതായത് കേരള കോൺഗ്രസ് ഏക വിഭാഗത്തിന്റെ നേതാവ് അനൂപ് ജേക്കബ്, അതോടൊപ്പം തന്നെ KK രമ തുടങ്ങിയ ആളുകളൊക്കെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന കാര്യത്തിൽ അവർക്ക് ടേം വ്യവസ്ഥ വേണോ എന്ന തരത്തിൽ ആലോചനയുണ്ട്. എന്നാൽ അത് അല്ലാതെ കാര്യങ്ങൾ തീരുമാനിക്കാമെന്നുള്ള നീതിയുണ്ട്. KK രമ മന്ത്രിസഭയിൽ ചേരണമെന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്ന കാര്യവും കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന UDF യോഗത്തിന് മുമ്പ് തന്നെ ഈ മന്ത്രിസഭയിലെ ഈ മന്ത്രിസ്ഥാനം സംബന്ധിച്ച വിഭജന കാര്യത്തിൽ ഒരു ധാരണ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു. R ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമുക്ക് മലപ്പുറത്തേക്ക് പോകണം. ലീഗിൽ നിന്നുള്ള മന്ത്രിമാർ ആരൊക്കെ എന്ന് വിശദമായിട്ട് അറിയാൻ ഗോകുൽ K വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് ചേരുന്നു. ഗോകുൽ, ഗുഡ് മോർണിംഗ്. പറയൂ ഗോകുൽ. ഗുഡ് മോർണിംഗ്. 5 മന്ത്രിസ്ഥാനം ലഭിക്കുകയാണെങ്കിൽ അത് എല്ലാ ജില്ലകളിലേക്കും മന്ത്രിമാരുടെ പ്രാതിനിധ്യം ഉണ്ടാവുക എന്ന രീതിയിലായിരിക്കും മുസ്ലിം ലീഗിന്റെ ഒരു വിഭജനം പൂർത്തിയാവാനുള്ള സാധ്യത. ഇന്ന് നടക്കുന്ന UDF നേതൃയോഗത്തിൽ PMA സലാമും PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. അവർ PMA സലാം ഇന്നലെ പുറപ്പെട്ടു കഴിഞ്ഞ് PK കുഞ്ഞാലിക്കുട്ടി അല്പസമയത്തിനകം തന്നെ മലപ്പുറത്ത് നിന്ന് പുറപ്പെടുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ മലപ്പുറം ജില്ലയ്ക്ക് തന്നെയായിരിക്കും കൂടുതൽ മന്ത്രിമാരുടെ പ്രാതിനിധ്യം ഉണ്ടാവുക. പ്രധാനപ്പെട്ട ഒരു കാര്യം, മുൻ പരിചയമുള്ള അല്ലെങ്കിൽ അനുഭവ സമ്പത്തുള്ള മന്ത്രി എന്ന നിലയിൽ PK കുഞ്ഞാലിക്കുട്ടി മാത്രമായിരിക്കും മന്ത്രിസഭയിൽ ഉണ്ടാവുക. ബാക്കിയുള്ള ആളുകൾക്ക് മുസ്ലിം ലീഗിന്റെ പുതുമുഖങ്ങളാവാനുള്ള സാധ്യതകളാണ് കാണുന്നത്. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, KM ഷാജി എന്നിവർ മലപ്പുറത്തു നിന്നുള്ള പട്ടികയിലുണ്ട്. അതോടൊപ്പം തന്നെ M ഷംസുദ്ദീൻ പാലക്കാട് നിന്ന് ജയിച്ച MLA ആണ്, മണ്ണക്കാട് നിന്ന് ജയിച്ച MLA ആണ്. പാലക്കാട് പ്രതിനിധി എന്ന രീതിയിൽ അദ്ദേഹം ഉണ്ടാവാനുണ്ട്. കാസർഗോഡ് നിന്ന് കല്ലട്ര മായിൻ ഹാജിയുടെയും AK അഷ്റഫിന്റെയും പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. അതോടൊപ്പം തന്നെ കോഴിക്കോടാണ് മലപ്പുറം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വലിയ വിജയം മുസ്ലിം ലീഗ് ഉണ്ടാക്കിയിട്ടുള്ള ജില്ല. അവിടെ നിന്നും മന്ത്രി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പാറക്കൽ അബ്ദുള്ളയുടെയും റസാഖ് മാസ്റ്ററുടെയും പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ഇതിൽ നിന്ന് 5 പേർക്കായിരിക്കും മന്ത്രിസ്ഥാനം ലഭിക്കുക. നേരത്തെ R ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ 4 മന്ത്രിസ്ഥാനം എന്ന നിലയിലേക്ക് മുസ്ലിം ലീഗിന് എത്തിക്കാൻ സാധിക്കുമോ എന്ന ഒരു ചർച്ചയായിരിക്കും പ്രധാനമായിട്ടും കോൺഗ്രസിനകത്ത് നടക്കുക. കാരണം നേരത്തെ 5 മന്ത്രിമാർ ലഭിച്ച സമയത്ത് മുസ്ലിം ലീഗിന് 20 MLA-മാരായിരുന്നു. ആ സമയത്ത് കോൺഗ്രസിന് 38 MLA-മായിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല, കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. 63 MLA-മാർ കോൺഗ്രസ് സ്വന്തമായിട്ടുണ്ട്. മറ്റ് 3 UDF സ്വതന്ത്ര MLA-മാരാണ്. ആ രീതിയിൽ പോകുമ്പോൾ കൃത്യമായ MLA-മാരെ വിഭജിച്ച് നോക്കുകയാണെങ്കിൽ കൂടുതൽ MLA-മാർ കോൺഗ്രസിന് ലഭിക്കേണ്ടതുണ്ട്. ആ ഒരു രീതിയിലേക്കുള്ള ചർച്ചകൾ പോവുകയും മറ്റ് ക്യാബിനറ്റ് പദവികൾ നൽകി ലീഗിനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുമോ എന്ന തരത്തിലുള്ള ചർച്ചകളായിരിക്കും നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ 5 മന്ത്രിമാർ എന്ന ആവശ്യത്തിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കും. അതോടൊപ്പം തന്നെ മത്സരിക്കാൻ സാധിക്കാതെ പോയ മുതിർന്ന നേതാക്കളുണ്ട്. MK മുനീർ, അബ്ദുൾ റബ്ബ് തുടങ്ങിയ ആളുകളുണ്ട്. അവർക്കും മറ്റേതെങ്കിലും മുതിർന്ന സ്ഥാനത്തിന് വേണ്ടിയുള്ള അവകാശവാദം മുസ്ലിം ലീഗ് ഉന്നയിക്കാനുള്ള സാധ്യതയും കാണുന്നു. ഗൂഗിൾ K വേണുഗോപാലാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഇനി കോട്ടയത്തേക്ക് ടോബി ജോൺസൺ ചേരുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 2 മന്ത്രിമാരെ ആവശ്യപ്പെടുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ 2 പേർ തന്നെ വേണം. പക്ഷേ 2 പേരെ കിട്ടുമോ? അത്ര ഉറപ്പില്ലാത്ത കാര്യമാണ്. പറയൂ ടോബി. ഗുഡ് മോർണിംഗ്.
SKN അവരുടെ ആവശ്യം കഴിഞ്ഞ ദിവസം ചേർന്ന നേതൃയോഗത്തിൽ കേരള കോൺഗ്രസ് ശക്തമായിട്ട് ഈ ആവശ്യം UDF ഉന്നയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2 മന്ത്രിസ്ഥാനം വേണമെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. മോൻസ് ജോസഫ് മന്ത്രിയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാർട്ടിക്കുള്ളിലും അതുപോലെ തന്നെ UDF-നുള്ളിലും മോൻസ് ജോസഫിന്റെ കാര്യത്തിൽ മറ്റു തർക്കങ്ങളൊന്നുമില്ല. എന്നാൽ 2ാം മന്ത്രി എന്നുള്ളത് അത് ഇത്തിരി പ്രശ്നങ്ങൾ UDF-ൽ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കോൺഗ്രസിൽ ആരൊക്കെ മന്ത്രിമാരാകുമെന്നത് സംബന്ധിച്ചുള്ള തീരുമാനം വന്നതിന് ശേഷം മാത്രമേ ഘടകകക്ഷികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കൂ. നിലവിലെ സാഹചര്യത്തിൽ 7 സീറ്റുകളിൽ വിജയിച്ചിട്ടുണ്ട്. 8 സീറ്റുകളിൽ മത്സരിച്ച കേരള കോൺഗ്രസ് 7 സീറ്റുകളിലും വിജയിച്ചു. അതുകൊണ്ട് തന്നെ അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കണമെന്നൊരു ആവശ്യമാണ് കേരള കോൺഗ്രസിൽ നിന്നും ഉയർന്നു വരുന്നത്. ഇന്ന് ചേരുന്ന നേതൃയോഗത്തിൽ UDF നേതൃയോഗത്തിൽ ഇക്കാര്യം കേരള കോൺഗ്രസ് ഉന്നയിക്കും. 2 മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ 1 മന്ത്രിസ്ഥാനവും ഒരു ചീഫ് വിപ്പുമായിരിക്കും കേരള കോൺഗ്രസിൽ ലഭിക്കാൻ സാധ്യതയുള്ളത്. അതിൽ തോമസ് ഉണ്ണിയാടനും അതുപോലെ തന്നെ മോൻസ് ജോസഫുമാകും വരാൻ സാധ്യതയുള്ളൂ. എന്നാൽ 2ാം മന്ത്രിസ്ഥാനം ലഭിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അബു ജോസഫ് മന്ത്രിസ്ഥാനത്തേക്ക് വരുമോ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച വേണ്ട എന്നുള്ള നിലപാടാണ്. കാരണം കഴിഞ്ഞ സീറ്റ് വിഭജനത്തിൽ അതായത് 10 സീറ്റുകൾ വേണമെന്നൊരു ആവശ്യമായിരുന്നു നേരത്തെ കേരള കോൺഗ്രസ് ഉന്നയിച്ചത്. അന്ന് അതിനുവേണ്ടി ചർച്ചകൾ നടന്നപ്പോൾ 2ാം മന്ത്രിസ്ഥാനം നൽകാമെന്നുള്ള ഒരു വാഗ്ദാനം VD സതീശൻ അടക്കമുള്ളവർ നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ 2ാം മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കേരള കോൺഗ്രസ് ഉള്ളത്. ഈ ഒരു കാര്യത്തിൽ കൂടുതൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്ന് കേരള കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗത്തിലും നിലപാടുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിൽ അത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ ആ ഒരു നിലപാട് ഇന്ന് ചേർന്ന നേതൃയോഗത്തിൽ നേതൃത്വം ഉന്നയിക്കും. അങ്ങനെയാണെങ്കിൽ തുടർന്ന് ഈ മുഖ്യമന്ത്രി സ്ഥാനം നിശ്ചയിക്കുമ്പോൾ കേരള കോൺഗ്രസിന് അർഹമായിട്ടുള്ള പരിഗണന ലഭിക്കുമോ? കഴിഞ്ഞ തവണ ജോസ് കെ മാണി വിഭാഗത്തിന് 5 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഒരു മന്ത്രിയോ ഒരു ചീഫ് വിപ്പിനോ അവർക്ക് ലഭിച്ചു. അപ്പോൾ അതിൽ കൂടുതൽ പരിഗണന ഇത്തവണ ജോസഫ് വിഭാഗത്തിന് UDF-ൽ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അവരുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ട് ഇക്കാര്യം ഇന്ന് ചേരുന്ന നേതൃയോഗത്തിൽ ഉന്നയിക്കുകയും ചെയ്യും. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.